ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ്, പബ്ലിക് ഫിനാൻസ്, ഇന്റർനാഷണൽ ട്രേഡ് എന്ന പാർട്ടിൽ വരുന്ന ടോപ്പിക്കാണിത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. Economic development is a broader concept than economic growth. It refers to qualitative and quantitative improvements in an economy, including not just increase in income or output, but improvement in living standard, a reduction in poverty, better healthcare and education, and more equitable redistribution of wealth. എക്കണോമിക് ഡെവലപ്മെന്റ് എന്നത് എക്കണോമിക് ഗ്രോത്തിനേക്കാൾ ഇമ്പോർട്ടൻസും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ആശയമാണ്. സോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നത് ഒരു രാജ്യത്തിലെ ഒരു എക്കണോമിയിലെ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ്സും ക്വാണ്ടിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ്സും റെഫർ ചെയ്യുന്നതാണ്. ഇൻകം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല, ജീവിത നിലവാരത്തിലെ പുരോഗതി, പോവർട്ടി റിഡക്ഷൻ, ബെറ്റർ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എക്കണോമിക് ഗ്രോത്ത് എന്നത് ഇൻക്രീസ് ഇൻ GDP ഓർ നാഷണൽ ഇൻകം. GDPയിലോ നാഷണൽ ഇൻകത്തിലോ ഉള്ള വർധനവിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എക്കണോമിക് ഗ്രോത്ത് പ്ലസ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. ഏതൊക്കെയാണ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോവർട്ടി, ഇനിക്വാലിറ്റി ഇതെല്ലാം എക്കണോമിക് ഡെവലപ്മെന്റിലെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ എക്കണോമിക് ഡെവലപ്മെന്റിലെ എക്കണോമിക് ഗ്രോത്തും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള ഹെൽത്തും എഡ്യൂക്കേഷനും പോവർട്ടി, ഇനിക്വാലിറ്റി തുടങ്ങിയ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും ചേർന്നതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. അടുത്തത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. റൈസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, റിഡക്ഷൻ ഇൻ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ, agricultural turns to industry and it turns to services, technological advancement, improved health care and education, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും, സസ്റ്റൈനബിലിറ്റി, ഡെവലപ്മെന്റ് വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻസ്, സുസ്ഥിരത, സസ്റ്റൈനബിലിറ്റി, ഭാവി തലമുറയെ ദോഷകരമായിട്ട് ബാധിക്കാത്ത വികസനം. അടുത്ത നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന്. സോ 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്: എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇൻഡിക്കേറ്റേഴ്സ് ഹെൽപ്സ് ഇൻ മെഷറിംഗ് ആൻഡ് കമ്പയറിംഗ് ഡെവലപ്മെന്റ് ലെവൽസ് അക്രോസ് റീജിയൻസ് ആൻഡ് കൺട്രീസ്. വിവിധ രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും ഡെവലപ്മെന്റ് ലെവൽ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ്, ജീവിത നിലവാരം, ഇനിക്വാലിറ്റി, പോവർട്ടി ഇതെല്ലാം ഒബ്സർവ് ചെയ്യുകയാണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിന്റെ ലക്ഷ്യം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരേ സമയം GDP വർദ്ധിക്കുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിനെ കണക്കാക്കാം. ഇനി GNP എന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. രാജ്യത്തെ പൗരന്മാര് അല്ലെങ്കിൽ രാജ്യത്തിനകത്തോ പുറത്തോ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ മൂല്യങ്ങളും അല്ലെങ്കിൽ വാല്യൂസും ചേർന്നതാണ് GNP. ദാറ്റ് ഈസ് ഈക്വൽ ടു GDP പ്ലസ് പ്രവാസികളിൽ നിന്നുള്ള വരുമാനം മൈനസ് വിദേശികളുടെ വരുമാനം. അടുത്തത് പെർ ക്യാപിറ്റ ഇൻകം ആണ്, GNI പെർ ക്യാപിറ്റ. GNP അല്ലെങ്കിൽ ജനസംഖ്യ ഓരോ വ്യക്തികൾക്കും ശരാശരി എത്ര വരുമാനമുണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അടുത്തത് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി, ജനന സമയത്ത് ഒരു വ്യക്തിക്ക് ആയുസ് എത്ര വർഷം ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഒരു വയസ്സിന് മുന്നേ മരിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ശിശുക്കളുടെ എണ്ണം 1000 ജനങ്ങൾക്ക് എത്ര എന്നിങ്ങനെ കണക്കാക്കുന്നതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ സാക്ഷരതാ നിരക്ക്, എഴുത്തും വായനയും അറിയുന്ന ജനങ്ങളുടെ റേറ്റ് ആണ് ലിറ്ററസി റേറ്റ്. സോ ലിറ്ററസി റേറ്റ്, സ്ത്രീ പുരുഷ വ്യത്യാസം കുറയുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി കാണിക്കുന്നത്. സാനിറ്റൈസേഷൻ, വാട്ടർ, ഇലക്ട്രിസിറ്റി ആക്സസ്, ശുദ്ധജലം, ശുചിത്വ സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി എല്ലാം ഡെവലപ്മെന്റിന്റെ ബേസിക് പാർട്ടാണ്.
അടുത്തത് കോമ്പോസിറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. UNDP നിർമ്മിച്ച 3 ഘടകങ്ങളുടെ ഒരു സംയുക്ത ഇൻഡെക്സ് ആണിത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം, ഈ 3 ഘടകങ്ങൾ ചേർന്നിട്ടാണ് HDI കണക്കാക്കുന്നത്. അടുത്തത് MPI മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. പോവർട്ടി വരുമാനപരമായിട്ട് മാത്രം അളക്കാതെ ആരോഗ്യം, എഡ്യൂക്കേഷൻ, ജീവിത സൗകര്യങ്ങൾ എന്നീ നിലയിൽ മെഷർ ചെയ്യുന്നതാണ് MPI. അടുത്തത് ജെൻഡർ ഇന്നെക്വാലിറ്റി ഇൻഡെക്സ്. സ്ത്രീ പുരുഷ തുല്യതയുടെ അടിസ്ഥാനത്തിൽ അവസര വ്യത്യാസങ്ങൾ കണക്കാക്കുന്നതാണിത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ UNDP, യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് HDI രൂപീകരിച്ചത്. HDI കമ്പെയിൻസ് 3 key dimensions. ഫസ്റ്റ് വൺ ഈസ് ഹെൽത്ത്, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ജനന സമയത്തെ ലൈഫ് എക്സ്പെക്ടൻസി ആണിത്. എഡ്യൂക്കേഷൻ, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് പ്ലസ് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും ആഡ് ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷൻ ലെവൽ കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നത് GNI പെർ ക്യാപിറ്റ. ഇതിൽ ഓരോ ഘടകവും 0 to 1 വരെ നോർമലൈസ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ജോമെട്രിക് മീൻ എടുത്തിട്ടാണ് HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈച്ച് ഡയമെൻഷൻ ഈസ് നോർമലൈസ്ഡ് ബിറ്റ്വീൻ 0 and 1 ആൻഡ് HDI is the geometric mean of these 3 dimensions or indicators. HDI categories in 2023 to 2025. 0.8 മുകളിൽ വെരി ഹൈ ഡെവലപ്മെന്റ് കാണിക്കുന്നു. 0.7 0.79 ഇടയിൽ ഹൈ ഡെവലപ്മെന്റ് കാണിക്കുന്നു. 0.5 0.69 ഇടയിലും മീഡിയം ഡെവലപ്മെന്റ് കാണിക്കുന്നു. 0.55 താഴെ ലോ ഡെവലപ്മെന്റ് കാണിക്കുന്നു. ഇന്ത്യയുടെ HDI 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 134 ഔട്ട് ഓഫ് 193 കൺട്രീസ് ആണ്. HDI വാല്യൂ എന്നത് 0.63 മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ലൈഫ് എക്സ്പെക്ടൻസി എന്നത് 67.2 ഇയേഴ്സ് ആണ്. മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് 6.7 ഇയേഴ്സും GNI പെർ ക്യാപിറ്റ $7,033 ടോപ്പ് HDI കൺട്രീസിൽ ഫസ്റ്റ് സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് ആണ്. സെക്കൻഡ് സ്ഥാനത്ത് നോർവേ ആണ്. തേർഡ് സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ്. അടുത്തത് ഇന്നിക്വാലിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് നോട്ട് മീനിങ്ഫുൾ ഇഫ് ദ വെൽത്ത് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. ഇന്നിക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഹൗ ഈവൻലി ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് എ പോപ്പുലേഷൻ. ഒരു രാജ്യത്തിനുള്ളിൽ വ്യക്തികളോ കുടുംബങ്ങളോ തമ്മിലുള്ള വരുമാന വ്യത്യാസമാണ് ഇൻകം ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത്. വികസനം മീനിങ്ഫുൾ ആകുന്നത് ഇൻകം സമമായിട്ടും നീതിപൂർണമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ്. ചില വ്യക്തികൾക്കോ വിഭാഗങ്ങൾക്കോ കൂടുതൽ ഭാഗം സമ്പത്ത് കയ്യിലാക്കുമ്പോൾ അത് അസമത്വത്തിന് കാരണമാകുന്നു. ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10% ജനങ്ങൾ എല്ലാ സമ്പത്തിൻ്റെയും, രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും 70% കൈക്കലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു 50% ജനങ്ങളുടെ കയ്യിൽ മുഴുവൻ സമ്പത്തിൻ്റെ ഒരു 5% പോലും ഉണ്ടാകുന്നില്ല. അടുത്തത് ഇന്നിക്വാലിറ്റിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അൺഈക്വൽ ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ്, ഭൂമി, സമ്പത്ത് എന്നിവയുടെ ഏകോപിതമായിട്ടുള്ള ഉടമസ്ഥത. അടുത്ത പോയിന്റ് റീജിയണൽ ഇംബാലൻസ്, പ്രാദേശികമായിട്ടുള്ള വികസന വ്യത്യാസങ്ങൾ, നഗരങ്ങളിലേക്കുള്ള അടിച്ചമർത്തലും ഗ്രാമീണ പ്രദേശങ്ങളിലെ പിന്മാറ്റങ്ങളും എല്ലാം ഇതിന് കാരണമാകുന്നു. ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത്, വിദ്യാഭ്യാസം, ഹെൽത്ത് എന്നിവയുടെ ലഭ്യത കുറവ്. കാസ്റ്റ്, ജെൻഡർ ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ജാതി, മതം, ലിംഗം പോലുള്ള സാമൂഹിക വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഇന്നിക്വാലിറ്റിയുടെ കാരണമാണ്. അടുത്തത് ഇന്നിക്വാലിറ്റിയുടെ കോൺസിക്വൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ അൺറസ്റ്റ്, സാമൂഹികമായിട്ടുള്ള കലാപങ്ങൾ, സമ്പത്തുള്ളവരും പാവപ്പെട്ടവരും തമ്മിലുള്ള വിഭജനങ്ങൾ കലാപങ്ങൾക്ക് കാരണമാകുന്നു.
പുവർ എക്കണോമിക് എഫിഷ്യൻസി, വികസനങ്ങളിലുള്ള തടസ്സങ്ങൾ കഴിവുള്ളവരെ അവസരങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഹിൻഡ്രൻസ് ടു ഓവറോൾ ഡെവലപ്മെൻറ്റ്, സമ്പത്ത് കുറച്ചാളുകളിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു. സാമൂഹികമായിട്ടുള്ള നീതിയും ജനാധിപത്യ വ്യവസ്ഥയുള്ളവരുടേതുമായിട്ടുള്ള കുറവുകൾ. അടുത്ത നമ്മൾ നോക്കുന്നത് ലോറൻസ് കർവും ഗിനി കോഎഫിഷ്യൻറ്റുമാണ്. Lorenz curve is a graphical representation used to illustrate the distribution of income or wealth among a population. It shows a degree of inequality in income or wealth within an economy. ലോറൻസ് കർവ് എന്നത് ഒരു രാജ്യത്തിനുള്ളിലെ ഇൻകമോ വെൽത്തോ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫ് രൂപത്തിലുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ലോറൻസ് കർവ്. Invented by Max O. Lorenz in 1905. 1905 മാക്സ് ഒ ലോറൻസ് ആണിത് അവതരിപ്പിച്ചത്. To visually display inequality in income or wealth, to compare inequality between different countries or over time, to calculate the Gini coefficient, a numerical measure of inequality. ഇതുപയോഗിച്ച് രാജ്യത്തിൻ്റെ ടോട്ടൽ സമ്പദ് വ്യവസ്ഥയിലെ അസമത്വങ്ങളും സമത്വങ്ങളും എളുപ്പത്തിൽ കണക്കാക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് സമൂഹത്തിലെ വെൽത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഏതൊരു രാജ്യവും മറ്റേതുമായിട്ട് താരതമ്യം ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യയും നോർവേയും ഇവയുടെ സമൂഹത്തിലുള്ള ഇന്നിക്വാലിറ്റീസിൻ്റെ കമ്പാരിസൺ മനസ്സിലാക്കാം. അടുത്തത് ഗിനി കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാമാണ് ലോറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എക്സ് ആക്സിസ് ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഈസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം പുവറസ്റ്റ് ടു റിച്ചസ്റ്റ്. പോപ്പുലേഷൻ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ആക്സിസ് ആണ് എക്സ് ആക്സിസ്. പുവറസ്റ്റ് ടു റിച്ചസ്റ്റ് എന്ന നിലയിൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ഡിനോട്ട് ചെയ്യുന്നു. വൈ ആക്സിസ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ഓർ വെൽത്ത് ഏൺഡ്. ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഡിനോട്ട് ചെയ്യുന്ന ലൈനാണ് വൈ ആക്സിസ്. രണ്ട് തരത്തിലുള്ള കർവുകളാണ് ലോറൻസ് കർവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലുള്ളത്. ലൈൻ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ലോറൻസ് കർവ് ഓർ ആക്ച്വൽ കർവ്. In line of equality, a 45-degree diagonal line representing perfect equality. That is 10% of population earns 10% of income, 50% earns 50% of income. 45-degree ചരിഞ്ഞ കർവാണ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഇത് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഡിനോട്ട് ചെയ്യുന്നു. 10% പോപ്പുലേഷന് 10% ഇൻകം ലഭിക്കുന്നു, അല്ലെങ്കിൽ 50% പോപ്പുലേഷന് 50% ഇൻകം ലഭിക്കുന്നു, അല്ലെങ്കിൽ 100% പോപ്പുലേഷന് 100% ഇൻകം ലഭിക്കുന്നു. അടുത്തത് ആക്ച്വൽ ലൈൻ അല്ലെങ്കിൽ ലോറൻസ് കർവാണ്. ഇറ്റ് ഷോസ് ദ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. The further the curve moves away from the line of equality, the greater the inequality. ആക്ച്വൽ കർവ് ഓർ ലോറൻസ് കർവ് എന്നത് ആക്ച്വലി ജനങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഇൻകം കൈവരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. സോ ഈ ഒരു രേഖ അല്ലെങ്കിൽ കർവ് ഇക്വാലിറ്റി കർവിൽ നിന്ന് എത്രത്തോളം അകലെയാണ് എന്ന് കാണിക്കുന്നതാണ്. സോ ഇത് നോക്കിയാൽ എത്രത്തോളം ഇന്നിക്വാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വളഞ്ഞ കർവാണെങ്കിൽ കൂടുതൽ ഇന്നിക്വാലിറ്റി കാണിക്കുന്നു. 10% പോപ്പുലേഷനെ ലോറൻസ് കർവിൽ 5 തരത്തിൽ അല്ലെങ്കിൽ 5 ടൈപ്സിൽ നമുക്ക് ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കാം. 20%-ന് താഴെ 5% വരുമാനവും, 40%-ന് താഴെ 50% വരുമാനവും, 60%-ന് താഴെ 30% വരുമാനവും കാണിക്കുന്നു. 80%-ന് താഴെ 55% വരുമാനവും, 100% മുകളിൽ 100% വരുമാനവും ഗ്രാഫിൽ കാണിക്കുന്നു. 0.00 എക്സ് ആക്സിസിൽ 0യും വൈ ആക്സിസിൽ 0 വരുന്ന പോയിന്റ് മുതൽ എക്സ് ആക്സിസിൽ 100ഉം വൈ ആക്സിസിൽ 100ഉം വരുന്ന പോയിന്റ് വരെ, ദാറ്റ് ഈസ് 45-degree ഡയഗണൽ ലൈൻ അല്ലെങ്കിൽ ഇക്വാലിറ്റി ലൈൻ കാണിക്കുന്നു. ഇൻകം പോപ്പുലേഷൻസിൻ്റെ പോയിന്റ്സുകൾ ചേർന്നിട്ടാണ് ലോറൻസ് കർവ് വരയ്ക്കുന്നത്.
when closer to Lorenz curve to the line of equality, it shows more equal income distribution. ലോറൻസ് കർവ് ഇക്വാലിറ്റി ലൈനിന് ക്ലോസർ ആണെങ്കിൽ മോർ ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നു. ഫർദർ അവേ മോർ ബൗഡ് ഇറ്റ് ടേൺസ് ടു ഗ്രേറ്റർ ഇൻഇക്വാലിറ്റി. കർവ് താഴേക്ക് കൂടുതൽ വക്രത കാണിക്കുന്നെങ്കിൽ ഇൻഇക്വാലിറ്റി കൂടുതൽ കാണിക്കുന്നു. ഇഫ് ദ കർവ് ഈസ് ലൈസ് above the horizontal axis, then vertical jump at end, it shows extreme inequality. One person owns all. കർവ് വളരെ താഴെയാണെങ്കിൽ എക്സ്ട്രീം ഇൻഇക്വാലിറ്റി കാണിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് ഗിനി കോഎഫിഷ്യന്റ് ആണ്. ദ ഗിനി കോഎഫിഷ്യന്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ഇൻകം ഓർ വെൽത്ത് ഇൻഇക്വാലിറ്റി വിത്തിൻ എ പോപ്പുലേഷൻ. It quantifies how far the actual income distribution derives from the perfect equality. ഗിനി കോഎഫിഷ്യന്റ് എന്നത് ഒരു സമൂഹത്തിലെ വരുമാന വിതരണത്തിലെ ഇൻഇക്വാലിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കോഎഫിഷ്യന്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ കൊറാഡോ ഗിനി ഇൻ 1912. 1912 ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള കൊറാഡോ ഗിനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗിനി ഇൻഡെക്സ് ഓർ ഗിനി റേഷ്യോ. ദ ഗിനി കോഎഫിഷ്യന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലോറൻസ് കർവ്. ഗിനി കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് A/A+B. എ എന്നത് ഏരിയ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ലോറൻസ് കർവ്. എ എന്നത് ലൈൻ ഓഫ് ഇക്വാലിറ്റിക്കും ലോറൻസ് കർവിനും ഇടയിലുള്ള ഏരിയയാണ്. ബി എന്നത് ലോറൻസ് കർവിന് താഴെ, ഏരിയ അണ്ടർ ദ ലോറൻസ് കർവ്. സോ ഗിനി കോഎഫിഷ്യന്റ് ഈസ് A/A+B. ഈ ഒരു മെഷർമെന്റ് ഗ്രാഫ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് സാധാരണമായിട്ടുള്ള രീതി. ഗിനി കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി കാണിക്കുന്നു. ഇവിടെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വരുമാനമായിരിക്കും ഉണ്ടാവുക. ഗിനി കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി കാണിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് മാത്രം മുഴുവൻ വെൽത്തും കേന്ദ്രീകരിക്കും, മറ്റുള്ളവർക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു വ്യക്തിക്ക് മാത്രം മുഴുവൻ വെൽത്തും ആയിരിക്കും കേന്ദ്രീകരിക്കുക. 2024-2025 റിപ്പോർട്ട് പ്രകാരം കൂടുതൽ ഗിനി കോഎഫിഷ്യന്റ് ഏറ്റവും കൂടുതലുള്ളത് ദക്ഷിണാഫ്രിക്കയിലാണ്. അത് 0.63. ഇന്ത്യയിൽ 0.25 ആണ് ഗിനി കോഎഫിഷ്യന്റ്. ഇതുപ്രകാരമാണ് സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്ന് ഗവൺമെന്റിന് മനസ്സിലാകുന്നത്. പോളിസികൾക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് ഇന്റർനാഷണൽ കമ്പാരിസൺസ്, ദാറ്റ് ഈസ് രാജ്യത്തിനകത്ത് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ളതും രാജ്യത്തിനകത്തുമായിട്ടുള്ള വെൽത്ത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണക്കാക്കുന്നത്. കൂടാതെ പ്രോസസ് ട്രാക്കിംഗ്, ഒരു രാജ്യത്ത് ഇൻഇക്വാലിറ്റി വർദ്ധിച്ചോ കുറഞ്ഞോ എന്ന് മനസ്സിലാക്കുന്നതെല്ലാം ഈ ഒരു ഗിനി കോഎഫിഷ്യന്റ് യൂസാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു ടോപ്പിക്കായിട്ടുള്ള കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 25 MCQ ക്വസ്റ്റ്യൻസ് ആണ്. So the first question is, what does economic development include apart from economic growth? Option A, increase in GDP only. Option B, rise in money supply. Option C, growth and social improvements. Option D, export growth. Answer option C, growth plus social improvements. GDPയുടെ ഇൻക്രീസിങ് മാത്രമല്ല വികസനം എന്നത്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ, ഇൻകം ഇക്വാലിറ്റി ഇതെല്ലാം ഉൾപ്പെടുന്ന സാമൂഹികമായിട്ടുള്ള പുരോഗതിയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ? ഓപ്ഷൻ എ GDP, option B GNP, option C economic growth and option D economic development. Answer option D economic development. GDP പോലുള്ള ക്വാണ്ടിറ്റേറ്റീവ്സ് പരിമിതമായിട്ട് മാത്രമാണ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് ലൈഫ് ഫാക്ടേഴ്സിന്റെ ക്വാളിറ്റേറ്റീവ്സ് ആണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇക്വാലിറ്റി തുടങ്ങിയ ക്വാളിറ്റേറ്റീവ്സ് കൂടെ ചേർന്നാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ,
Structural transformation refers to option A, change in climate, option B, shift from agriculture to industry or services, option C, changes in political system, option D, urban to rural migration. Answer option B, change from agriculture to industry or services. ഒരു രാഷ്ട്രം വികസനം കൈവരിക്കുമ്പോൾ തൊഴിലാളികൾ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്കും പിന്നീട് സേവന മേഖലയിലേക്കും മാറുന്നു. ഇത് സ്ട്രക്ചറൽ ചേഞ്ച് എന്നറിയപ്പെടുന്നു. ഇത് എക്കണോമിക് ഡെവലപ്മെന്റിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യൽ ഇൻഡിക്കേറ്റർ? ഓപ്ഷൻ എ, ലിറ്ററസി റേറ്റ്, ഓപ്ഷൻ ബി, ലൈഫ് എക്സ്പെക്ടൻസി, ഓപ്ഷൻ സി, GDP, ഓപ്ഷൻ ഡി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ആൻസർ ഓപ്ഷൻ സി, GDP. GDP എന്നത് ഒരു എക്കണോമിക് ഇൻഡിക്കേറ്റർ മാത്രമാണ്. സമൂഹത്തിലെ വെൽത്ത്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ് ഇതെല്ലാം സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ GDP അതിൽ ഉൾപ്പെടുന്നില്ല. GDP, പെർ ക്യാപിറ്റ ഇൻകം, GNP തുടങ്ങിയവയെല്ലാം എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷിഫ്റ്റ് ഫ്രം പ്രൈമറി ടു tertiary sector is called option A, income distribution, option B, demographic transition, option C, structural change, option D, industrial dispersion. Answer option C, structural change. വ്യക്തികൾ പ്രൈമറി സെക്ടറായിട്ടുള്ള അഗ്രികൾച്ചറിൽ നിന്ന് സെക്കൻഡറി സെക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനും തേർഡ് സെക്ടേഴ്സ് ആയിട്ടുള്ള സർവീസ് മേഖലകളിലേക്ക് മാറുന്നു. ഇതാണ് സ്ട്രക്ചറൽ ചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, HDI വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? ഓപ്ഷൻ എ, അമർത്യ സെൻ, ഓപ്ഷൻ ബി, വേൾഡ് ബാങ്ക്, ഓപ്ഷൻ സി, UNDP, ഓപ്ഷൻ ഡി, IMF. ആൻസർ ഓപ്ഷൻ സി, UNDP. HDI ഡെവലപ്പ് ചെയ്തത് UNDP ആണ്, യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 1990 രൂപപ്പെടുത്തിയതാണ്. ഇതൊരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ലെവൽസ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, HDI ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻ എ, ലൈഫ് എക്സ്പെക്ടൻസി, ഓപ്ഷൻ ബി, എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി, മിലിറ്ററി സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി, പെർ ക്യാപിറ്റ ഇൻകം. ആൻസർ ഓപ്ഷൻ സി, മിലിറ്ററി സ്ട്രെങ്ത്. HDI എന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം എന്നിവയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. സോ മിലിറ്ററി സ്ട്രെങ്ത് എന്നത് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു മെഷർ എഡ്യൂക്കേഷൻ ഇൻ HDI? ഓപ്ഷൻ എ, നമ്പർ ഓഫ് സ്കൂൾസ്, ഓപ്ഷൻ ബി, enroll ratio only, option C, mean and expected years of schoolings, option D, literacy rate only. Answer option C, mean and expected years of schooling. HDIയിൽ എഡ്യൂക്കേഷൻ മെഷർ ചെയ്യുന്നത് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും ഇവയുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് HDI റാങ്ക് ഇൻ 2023 വാസ്? ഓപ്ഷൻ എ, 123, ഓപ്ഷൻ ബി, 134, ഓപ്ഷൻ സി, 101, ഓപ്ഷൻ ഡി, 98. ആൻസർ ഓപ്ഷൻ ബി, 134. UNDPയുടെ 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 134 ഔട്ട് ഓഫ് 193 കൺട്രീസ് ആണ്. A country with the HDI above 0.8 is classified as option A, low, option B, medium, option C, high, and option D, very high. Answer option D, very high. HDIയുടെ വാല്യൂ 0.8 മേലാണെങ്കിൽ അത് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, inequality means option A, equal access to service, option B, unequal income distribution, option C, equal employment, option D, price reduction. Answer option B, unequal income distribution. പോപ്പുലേഷനിൽ വരുമാനം തുല്യമായിട്ട് വിതരണം ചെയ്യാത്തതാണ് ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത്. ചിലർക്ക് എല്ലാം കിട്ടുന്നു, അല്ലെങ്കിൽ പലർക്കും ഒന്നും ലഭിക്കുന്നില്ല. ഇതാണ് ഇൻകം ഇനിക്വാലിറ്റി.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് ഇൻഇക്വാലിറ്റി? ഓപ്ഷൻ എ ഈക്വൽ ലാൻഡ് ഓണർഷിപ്പ്, ഓപ്ഷൻ ബി റീജിയണൽ ബാലൻസ്, ഓപ്ഷൻ സി അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി ഹൈ ലിറ്ററസി റേറ്റ്. ആൻസർ ഓപ്ഷൻ സി അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം ലഭ്യമല്ലാത്തവർക്ക് ഉയർന്ന ജോലി അല്ലെങ്കിൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യത കുറയുന്നു. അതിലൂടെ വെൽത്ത് വ്യത്യാസം വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഇക്വാലിറ്റി can lead to all except option A increased poverty, option B social unrest, option C fair development, option D economic inefficiency. Answer option C fair development. ഇൻഇക്വാലിറ്റി ഫെയർ ഡെവലപ്മെൻറ്റ് തടയുന്നു. സോ സാമൂഹികമായിട്ടുള്ള കലാപങ്ങളും പോവർട്ടിയും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫെയർ ഡെവലപ്മെൻറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ റെഡ്യൂസ് ഇൻഇക്വാലിറ്റി? ഓപ്ഷൻ എ റിഗ്രസീവ് ടാക്സ്, ഓപ്ഷൻ ബി വെൽത്ത് കോൺട്രാക്ഷൻ, ഓപ്ഷൻ സി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി മോണോപോളി. ആൻസർ ഓപ്ഷൻ സി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും സമാനമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കുമ്പോൾ തൊഴിലവസരങ്ങളും വരുമാനത്തിൽ തുല്യതയും ലഭിക്കുന്നു. ഇതുവഴി ഇൻഇക്വാലിറ്റി കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻകം ഇൻഇക്വാലിറ്റി ഓൾസോ കോൾഡ്? ഓപ്ഷൻ എ പോവർട്ടി, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷണൽ ഇംബാലൻസ്, ഓപ്ഷൻ സി ഡെവലപ്മെന്റ്, ഓപ്ഷൻ ഡി ഡെമോഗ്രാഫി. ആൻസർ ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷണൽ ഇംബാലൻസ്. വരുമാനം അല്ലെങ്കിൽ വെൽത്ത് ജനങ്ങൾക്കിടയിൽ തുല്യമായിട്ട് വിതരണം ചെയ്യാത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റിക്ക് റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ, ലോറൻസ് കർവ് വാസ് ഡെവലപ്ഡ് ബൈ? ഓപ്ഷൻ എ അമർത്യ സെൻ, ഓപ്ഷൻ ബി മാക്സ് ഒ ലോറൻസ്, ഓപ്ഷൻ സി കൊറാഡോ ഗിനി, ഓപ്ഷൻ ഡി കെയ്നസ്. ആൻസർ ഓപ്ഷൻ ബി മാക്സ് ഒ ലോറൻസ്. 1905 മാക്സ് ലോറൻസ് ഈ ഒരു ലോറൻസ് കർവ് ഡെവലപ്പ് ചെയ്തത്. സോ ഇത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ആക്സിസ് ഓഫ് ലോറൻസ് കർവ് റെപ്രസെൻറ്റ്? ഓപ്ഷൻ എ ക്യുമുലേറ്റീവ് ഇൻകം, ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് പോപ്പുലേഷൻ, ഓപ്ഷൻ സി GDP, ഓപ്ഷൻ ഡി ഇൻകം ഓഫ് ജോബ്സ്. ആൻസർ ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് പോപ്പുലേഷൻ. ലോറൻസ് കർവിൽ എക്സ് ആക്സിസ് എന്നത് ക്യുമുലേറ്റീവ് പോപ്പുലേഷൻ ആണ്. താഴെ വരുമാനമുള്ളവരിൽ തുടങ്ങി ഏറ്റവും റിച്ചസ്റ്റ് പുവറസ്റ്റിൽ നിന്ന് ഏറ്റവും റിച്ചസ്റ്റിലേക്കാണ് എക്സ് ആക്സിസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആക്സിസ് ഓഫ് ലോറൻസ് കർവ് ഷോസ്? ഓപ്ഷൻ എ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, ഓപ്ഷൻ ബി പെർസെൻറ്റേജ് ഓഫ് വെൽത്ത്, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് ഇൻകം ഏൺഡ്, ഓപ്ഷൻ ഡി ടാക്സസ് പെയ്ഡ്. ആൻസർ ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് ഇൻകം ഏൺഡ്. വൈ ആക്സിസ് എന്നത് ക്യുമുലേറ്റീവ് ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ ഓഫ് ഇക്വാലിറ്റി ഇൻ ലോറൻസ് കർവ് ഷോസ്? ഓപ്ഷൻ എ മാക്സിമം ഇൻഇക്വാലിറ്റി, ഓപ്ഷൻ ബി ആക്ച്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ സി പെർഫെക്റ്റ് ഇക്വാലിറ്റി ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രക്ചറൽ ചേഞ്ച്. ആൻസർ ഓപ്ഷൻ സി പെർഫെക്റ്റ് ഇക്വാലിറ്റി. 45 ഡിഗ്രി കർവ് എല്ലാവർക്കും ഈക്വൽ ഇൻകം ലഭിക്കുന്നു എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇക്വാലിറ്റി കർവ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റർ ദ ബോയിങ് ഓഫ് ലോറൻസ് കർവ് ഫ്രം എ ലൈൻ ഓഫ് ഇക്വാലിറ്റി ഡാഷ് ദ ഇൻഇക്വാലിറ്റി? ഓപ്ഷൻ എ ലെസർ, ഓപ്ഷൻ ബി ഗ്രേറ്റർ, ഓപ്ഷൻ സി ഈക്വൽ ആൻഡ് ഓപ്ഷൻ ഡി ബാലൻസ്ഡ്. ആൻസർ ഓപ്ഷൻ ബി ഗ്രേറ്റർ. ലോറൻസ് കർവ് ഇക്വാലിറ്റി കർവിൽ നിന്ന് എത്രത്തോളം താഴേക്ക് വരുന്നു അത്ര തന്നെ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ അസമത്വം കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗിനി കോഎഫിഷ്യന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? ഓപ്ഷൻ എ ലോറൻസ്, ഓപ്ഷൻ ബി സെൻ, ഓപ്ഷൻ സി ഗിനി ആൻഡ് ഓപ്ഷൻ ഡി ഗൽബ്രൈറ്റ്. ആൻസർ ഓപ്ഷൻ സി ഗിനി. കൊറാഡോ ഗിനി എന്ന ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ് 1912 ഗിനി കോഎഫിഷ്യന്റ് അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗിനി കോഎഫിഷ്യന്റ് റേഞ്ചസ് ഫ്രം
ഓപ്ഷൻ എ 0 to 10, ഓപ്ഷൻ ബി 1 to 100, ഓപ്ഷൻ സി 0 to 1 ആൻഡ് ഓപ്ഷൻ ഡി -1 to 1. ആൻസർ ഓപ്ഷൻ സി 0 to 1. Gini ranges from 0 equality to 1 inequality. Gini 0 എന്നത് പെർഫെക്റ്റ് ഇക്വാലിറ്റിയെയും Gini 1 എന്നത് പെർഫെക്റ്റ് ഇന്നിക്വാലിറ്റിയെയും കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് Gini's coefficient for income is approximately ഓപ്ഷൻ എ 0.20, ഓപ്ഷൻ ബി 0.25, ഓപ്ഷൻ സി 0.50 ആൻഡ് ഓപ്ഷൻ ഡി 0.60. ആൻസർ ഇന്ത്യാസ് Gini ഈക്വൽ ടു 0.25 ആണ്. ഇത് മോഡറേറ്റ് ഇനിക്വാലിറ്റി കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ Gini കോഎഫിഷ്യന്റ് ഓഫ് 0 implies ഓപ്ഷൻ എ കംപ്ലീറ്റ് ഇനിക്വാലിറ്റി, ഓപ്ഷൻ ബി മോഡറേറ്റ് ഇനിക്വാലിറ്റി, ഓപ്ഷൻ സി ടോട്ടൽ ഇക്വാലിറ്റി, ഓപ്ഷൻ ഡി ഹൈ പോവർട്ടി. ആൻസർ ഓപ്ഷൻ സി ടോട്ടൽ ഇക്വാലിറ്റി. Gini 0 എന്നത് ടോട്ടൽ ഇക്വാലിറ്റിയാണ്. ഒരു രാജ്യത്ത് എല്ലാവർക്കും സമാനമായിട്ടുള്ള വരുമാനമുണ്ടെങ്കിൽ Gini കോഎഫിഷ്യന്റ് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് Gini യൂസ്ഡ് ടു മെഷർ? ഓപ്ഷൻ എ GDP ഗ്രോത്ത്, ഓപ്ഷൻ ബി പോവർട്ടി ലെവൽ, ഓപ്ഷൻ സി ഇൻകം ഇനിക്വാലിറ്റി, ഓപ്ഷൻ ഡി ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ഇൻകം ഇനിക്വാലിറ്റി. Gini കോഎഫിഷ്യന്റ് ഇൻകം ഇനിക്വാലിറ്റി അളക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇത് ലോറൻസ് കർവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസെപ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ്. അതിലെ കൺസെപ്റ്റുകളും MCQവും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.